ഹായ്, ഇതൊരു വൈകുന്നേര സമയമാണ്. അപ്പോൾ 2 ദിവസമായിട്ട് എനിക്ക് പനിയൊക്കെ പിടിച്ച് കിടപ്പായിരുന്നേ. അപ്പോൾ ഭക്ഷണമൊന്നും അത്ര ആർക്കും ശരിയായില്ല. മിക്കവാറും ദിവസം കഞ്ഞിയും പയറും ഒക്കെ ആയിരുന്നു. പിള്ളേർക്കും ഭക്ഷണമൊന്നും അത്ര ശരിയായില്ല. അപ്പോൾ ഇന്ന് ഇച്ചിരി പനി കുറഞ്ഞപ്പോൾ വൈകുന്നേരം ഇച്ചിരി ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഞാൻ അതിലെ നെയ്യെല്ലാം പറിച്ച് കളയുവാണ്. ചില ചിക്കന് ഭയങ്കര നെയ്യല്ലേ. അപ്പോൾ അതിന് മുമ്പേ അതങ്ങ് കുടഞ്ഞിട്ടേച്ച് ഞാൻ ഇത്തിരി കട്ടൻ കാപ്പി കുടിക്കാമെന്നോർത്താണ്. ലൈറ്റായിട്ട് പൊടിക്കാപ്പി പോലെ വെച്ചിട്ട്. എനിക്ക് ഈ പനിയാകുമ്പോൾ ആരോ റൂട്ട് ബിസ്ക്കറ്റും കൂട്ടി മുക്കി തിന്നാൻ ഇഷ്ടമാണ്. വേറൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ ഒന്ന് കഴിച്ചേച്ച് ഒന്ന് ചിക്കനൊക്കെ റെഡിയാക്കി എടുക്കാമെന്ന് ഓർത്താണ്. അതിൻ്റെ കൂടെ പിള്ളേർക്ക് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം. 2 ദിവസമായിട്ട് ഭക്ഷണമൊന്നും ശരിയാകുന്നില്ലല്ലോ. അപ്പം കഴിഞ്ഞ ദിവസം വെച്ചതിൻ്റെ ഫ്രൈഡ് റൈസ് വേവിച്ചത് ഇത്തിരി ഫ്രിഡ്ജിലിരിപ്പുണ്ട്. റൈസ് വേവിച്ചത്. അപ്പോൾ ഇന്ന് ചിക്കൻ വാങ്ങിച്ചപ്പം അതൊന്ന് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം. റൈസ് ചീത്തയായി പോവുകയില്ലല്ലോ. അങ്ങനെ ചിക്കനെല്ലാം ഉപ്പിട്ട് തിരുമ്മി ക്ലീനാക്കി കഴുകിയെടുക്കുവാണ്. ആ സമയം കൊണ്ട് മോൻ അവിടെ റൈസിന് വേണ്ട വെജിറ്റബിൾസ് എല്ലാം ഒന്ന് റെഡിയാക്കി തരുന്നുണ്ട്. അവൻ ഇടംകൈയ്യനാണ് കേട്ടോ. അതാണ് ഇടംകൈ കൊണ്ട് ശരിയാക്കുന്നത്. അപ്പം അതെല്ലാം ക്ലീനാക്കി തന്നു കഴിഞ്ഞാൽ ഞാനതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അവൻ ഇടംകൈ ആയതുകൊണ്ട് അരിയാൻ അത്ര വശമില്ല. അല്ല കട്ടിംഗ് ബോർഡ് കൊടുത്താൽ അവൻ പെട്ടെന്ന് അരിഞ്ഞ് തരും. ഞാനത് വാങ്ങിച്ചിട്ട് പെട്ടെന്ന് അരിഞ്ഞെടുക്കുവാണ്. സെപ്പറേറ്റ് ഒന്നും അരിയാനൊന്നും നിന്നില്ല. വയ്യാത്തതുകൊണ്ട് എല്ലാം കൂടി ഒരുമിച്ച് അരിഞ്ഞെടുത്തു. എന്നിട്ട് അവൻ തന്നെയാണത് റെഡിയാക്കി എടുക്കുന്നത്. അത് ചീനിച്ചട്ടിയിൽ. അതുകൊണ്ട് ഇടംകൈ കൊണ്ടാണ് ഇളക്കുന്നതും. അങ്ങനെ അതെല്ലാം റെഡിയാക്കി എടുത്തിട്ട് ഇത്തിരി റൈസേ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാക്കി വന്നതിൻ്റെ ഇതല്ലേ, അത് റെഡിയാക്കി കൊടുത്തപ്പോൾ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമായി. കാരണം 2 ദിവസമായിട്ട് കഞ്ഞിയും പയറും തിന്ന് എല്ലാവരും മടുത്തായിരുന്നു. കാസ്റ്റേൻ്റെ ചീനിച്ചട്ടി ആകുമ്പോഴേ പെട്ടെന്ന് നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ഫ്രൈ ആയി വരും. അങ്ങനെ പെട്ടെന്ന് റൈസ് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ അവനൊരു പണി കാണിച്ചേ. ചിക്കൻ വേവിച്ചതിൻ്റെ ഇത്തിരി സ്റ്റോക്ക് ബാക്കിയുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ അതിനകത്തോട്ട് കൊണ്ട് അത് ഒഴിച്ചു. അന്നത്തേനും നന്നായിട്ട് വന്ന റൈസായിരുന്നു. അവൻ അതൊന്ന് കുഴഞ്ഞു പോയി. അപ്പം ഞാനതിന് വഴക്ക് പറയുവാണ്. ഏതായാലും പുള്ളി തന്നെ ഞാനത് റെഡിയാക്കിക്കോളാം എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് വീണ്ടും ഇളക്കുവാണ്. അങ്ങനെ ഇളക്കി അതൊന്ന് ഡ്രൈ ആക്കി എടുത്തേ. ഈ കസ്റ്റൈൻ്റെ ചീനിച്ചട്ടി ആയിട്ട് പെട്ടെന്ന് അതൊന്ന് ഡ്രൈ ആയി കിട്ടിക്കോളും. ലാസ്റ്റ് നമ്മൾ അതിൻ്റെ മുകളിൽ ഇച്ചിരി നല്ലെണ്ണയും കൂടെ തൂവിയാൽ നല്ല ടേസ്റ്റാണ്. അങ്ങനെ എല്ലാവർക്കും അവനവൻ്റെ ഉള്ള വിളമ്പിയൊക്കെ കൊടുത്തു. ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.